ഹായ് ഗായ്സ്. സോ മൈ നെയിം ഈസ് ശ്രീകുമാർ എം വി, ആൻ ഇന്ത്യൻ ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് സർജൻസി തുടങ്ങിയിട്ട് ഇന്നേക്ക് 6 ആഴ്ചയായി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് മൊത്തം സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ 2 ആഴ്ച ന്യൂറോ സർജറി, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 2 ആഴ്ച എനിക്ക് ഗ്യാസ്ട്രോ മെഡിസിൻ ആയിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ 2 സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെയും ഞാൻ വീഡിയോ ഏകദേശം ഒരു ഫസ്റ്റ് ഡേ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഞാൻ ഗ്യാസ്ട്രോ മെഡിസിൻ്റെയും ന്യൂറോ സർജറിയുടെയും തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് എനിക്ക് നെഫ്രോളജി പോസ്റ്റിംഗ് ആണ്. നെഫ്രോളജി പോസ്റ്റിങ്ങിൽ ഞാൻ ഫസ്റ്റ് ഡേ അല്ല കാണിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിങ്ങിലും ഞാൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനായി തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് നെഫ്രോളജി പോസ്റ്റിംഗ് ആണ്. നെഫ്രോളജി പോസ്റ്റിങ്ങിൽ ലാസ്റ്റ് ഡേയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, കുറച്ച് സർപ്രൈസസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെ കൊടുക്കുന്നു മാഡത്തിന് ഞങ്ങൾക്ക്, അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലാസ്റ്റ് ഡേ ഓഫ് മൈ നെഫ്രോ പോസ്റ്റിംഗ്. ഇപ്പോൾ കഴിഞ്ഞ 3, അതായത് ന്യൂറോ സർജറി, ഗ്യാസ്ട്രോ മെഡിസിൻ, നെഫ്രോയും കൂടിയും കൂട്ടിയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റീസൊക്കെ അടിപൊളിയാണ്. നെഫ്രോയും നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നെഫ്രോയിൽ ഞാൻ ലാസ്റ്റ് ഡേ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഏകദേശം സമയം 7:30. അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റിങ്ങിന്, അതായത് സർജൻസിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ നിൽക്കുകയാണ്. 8 മണിക്ക് നമുക്ക് പഞ്ചിങ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലായിരിക്കും നമുക്ക് അറ്റൻഡൻസ് ഉണ്ടായിരിക്കുക. നമുക്ക് ഹൗസ് സർജൻസി, അതായത് നെഫ്രോ പോസ്റ്റിങ്ങിലും 2 പേരാണ് എൻ്റെ കൂടെ, അതായത് ഞാനും വേറെ ആളും കൂടിയാണ് ഹൗസ് സർജനായിട്ട് നമ്മുടെ നെഫ്രോ പോസ്റ്റിങ്ങിലുള്ളത്. അപ്പോൾ ഒരാൾ ഒ പിയിലിരിക്കും, മറ്റേ ആൾ വാർഡിലിരിക്കും. വാർഡ് ഡ്യൂട്ടി ആയിരിക്കും, ഐ പി ഡ്യൂട്ടി ആയിരിക്കും ഒരാൾക്ക് ഒ പി ഡ്യൂട്ടി ആയിരിക്കും. എനിക്ക് ഇന്ന് വാർഡ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ കൂടുതലും വാർഡ്സിൽ അല്ലെങ്കിൽ റൂംസിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐ പി ഡ്യൂട്ടിയാണ് എനിക്കിന്നുള്ളത്. അപ്പോൾ കുറേ അധികവും ഞാൻ ഐ പിയിൽ എന്തൊക്കെ ചെയ്യുന്നു അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ നെഫ്രോ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നെഫ്രോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് 2 ആഴ്ച തീർന്ന പോലെ, ഇപ്പോൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദിവസങ്ങൾ പോകുന്നതേ അറിയുന്നില്ല, നമ്മൾ ആഴ്ചകൾ മാറുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നത്, ഈ ഒരാഴ്ച തീർന്നു അങ്ങനെയൊക്കെ. അപ്പോൾ നെഫ്രോ പോസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. അപ്പോൾ നെഫ്രോ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോരുകയാണല്ലോ നെഫ്രോന്ന്. അപ്പോൾ ചെറിയൊരു സർപ്രൈസസും കേക്ക് കട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാൻ നോക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോസിൽ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു നെഫ്രോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നെഫ്രോളജിയിലാണ് ഞങ്ങൾക്ക് 2 ആഴ്ച പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. നെഫ്രോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കിഡ്നി, നമ്മുടെ 2 കിഡ്നിയെ പറ്റി പഠിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ നെഫ്രോളജി നമ്മൾ എടുക്കുന്നത് നമ്മുടെ MBBS കഴിഞ്ഞിട്ട് നീറ്റ് PG, അതായത് നമ്മൾ നീറ്റ് PG എൻട്രൻസ് ചെയ്തിട്ട് നമ്മൾ മെഡിസിനിൽ PG എടുത്തതിന് ശേഷം നമ്മൾ നെഫ്രോളജിയിൽ DNB ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ DNB എടുക്കുക. നമുക്ക് 2 ആഴ്ച നെഫ്രോ മെഡിസിനിൽ 2 ഹൗസ് സർജൻസിയാണുള്ളത്. അതായത് ഞാനും പിന്നെ വേറെ ആളും കൂടിയാണ് ഡ്യൂട്ടിയിലുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് മറ്റേ എൻ്റെ കൂടെയുള്ള ഹൗസ് സർജനാണ് ഡ്യൂട്ടി ഉള്ളത്. ഇന്ന് ഞാൻ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും, പഞ്ച് ചെയ്യും നമ്മൾ. എന്നിട്ട് നമ്മൾ റൗണ്ട്സ് ഇട്ടതിന് ശേഷം, രാവിലത്തെ റൗണ്ട്സ് ഇട്ടതിന് ശേഷം എനിക്ക് ഐ പി ഡ്യൂട്ടിയാണ്, അതായത് വാർഡ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ വാർഡ്സിലെ കാര്യങ്ങളും അതുപോലെ തന്നെ റൂംസിലുള്ള പേഷ്യൻസിനും വാർഡ്സിലുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും നോക്കുന്നതെന്ന്. അപ്പോൾ അത് നോക്കിയതിനൊക്കെ ശേഷം നമ്മൾക്ക് ഈവനിങ്, അതായത് ഒരു 3 മണി 4 മണി ആകുമ്പോൾ ഒരു റൗണ്ട്സും കൂടി നമുക്ക് ഉണ്ട്. മാഡം ഒരു റൗണ്ട്സിനും കൂടിയും വരും. അതിന് ശേഷം നമ്മൾ അടുത്ത ഡിസ്ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്യും. പ്ലസ് ഒരു ഈവനിങ് റൗണ്ട്സ് നമ്മളായിട്ട് തന്നെ ഒരു റൗണ്ട്സും കൂടി ഉണ്ട്. എന്തെങ്കിലും പേഷ്യൻ്റ് അപ്ഡേഷൻസൊക്കെ നമ്മൾ നമ്മുടെ പ്രൊഫസേഴ്സിനെയും നമ്മുടെ മാഡത്തിനും നമ്മൾ അറിയിക്കണം. സോ അതിന് ശേഷം നമ്മൾ 8 മണിക്ക്, ഈവനിങ് ഒരു 8 മണി ആകുമ്പോഴേക്കും നമ്മൾ റൗണ്ട്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 8 മണിക്ക് കറക്റ്റ് ഒരു പഞ്ചിങ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് ശേഷം 2 ഇൻറ്റേൺസ് ആയതുകൊണ്ട് ഒരാൾ അന്നത്തെ നൈറ്റ് ഡ്യൂട്ടി എടുക്കും. അപ്പോൾ ഇന്നലെ എനിക്കായിരുന്നു നൈറ്റ് ഡ്യൂട്ടി, ഇന്ന് എൻ്റെ കൂടെ ഉള്ള ആളായിരിക്കും ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക. നൈറ്റിൽ എന്ത് കോൾ വന്നാലും നമ്മൾ പോയിട്ട് കാണണം. നമ്മുടെ മാഡം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സ് വിളിച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ പേഷ്യൻറ്റിനെ പോയി കണ്ട് അപ്ഡേറ്റ് ചെയ്യണം. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് നമ്മുടെ മാഡത്തിന് അപ്ഡേറ്റ് ചെയ്യണം.
അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് നെഫ്രോ പോസ്റ്റിംഗ് ആണ്, അതായത് 3rd സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ആണ്. ഇതോടെ എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് അവസാനിക്കും. നെഫ്രോ പോസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കുറച്ച് സർപ്രൈസസും ഗിഫ്റ്റൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഗിഫ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഈ നെഫ്രോ പോസ്റ്റിങ്ങിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, അതായത് ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കിട്ടുന്ന സമയത്ത്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിലും ഞാൻ ചെയ്തൊരു ഗിഫ്റ്റാണ്. അത് കാണിച്ചത് നിങ്ങൾക്ക്. ഇത് ഞങ്ങൾ അമൃത മാഡമാണ്, ഞങ്ങൾ നെഫ്രോളജിയിലെ അമൃത മാഡമാണ്. അപ്പോൾ ഈ ഒരു പടം ഇന്ന് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. സോ എല്ലാവരും ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ മാക്സിമം കാണാൻ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലാസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ആണ്. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 6 ആഴ്ചത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് അവസാനിക്കുകയാണ്. 6 ആഴ്ച എന്ന് പറയുന്നത് 1.5 മാസം. അതായത് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 1.5 മാസം ആയി. 1.5 മാസം പോയപ്പോൾ ഓക്കെ. 2 ആഴ്ച വെച്ചുള്ള ഈ 3 സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിങ്ങിലും ഞങ്ങൾ 2 ഇൻറ്റേൺസാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണിയും ഉണ്ടായിരുന്നു. പ്ലസ് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കണമായിരുന്നു കേട്ടോ. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മാത്രമാണ് ഈ 2 പേര് വെച്ചുള്ള പോസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പഞ്ച് ചെയ്യാനാണ് കേട്ടോ. രാവിലെ 8 മണിക്ക് നമുക്ക് പഞ്ച് ചെയ്യണം. പഞ്ചിങ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് ആണ് കേട്ടോ. രാവിലെ നമ്മൾ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഒരു പഞ്ചിങ്ങും, അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 മണിക്ക് അടുത്ത പഞ്ചിങ്ങും. 2 ദിവസം മുന്നെയാണ് നമുക്ക് പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പഞ്ചിങ്ങിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ദിവസം നമുക്ക് 2 പഞ്ചിങ് ആണ് കേട്ടോ ഉള്ളത്. പഞ്ചിങ്ങിന് അത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഏറിപ്പോയി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ രാവിലത്തെ 8 മണിയുടെ പഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ റൗണ്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് വാർഡ് ഡ്യൂട്ടി ആണുള്ളത്. സോ ഞാൻ റൂം സൈഡിലും വാർഡ് സൈഡിലുള്ള പേഷ്യൻസിൻ്റെ, അതായത് നെഫ്രോളജി പേഷ്യൻസിൻ്റെ അപ്ഡേഷൻസ് അപ്പോൾ മാഡം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രൊഫസേഴ്സ് ചോദിക്കുമ്പോൾ ഞാൻ അപ്പോൾ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മോണിറ്റർ നോക്കിയിട്ട് എത്ര പേഷ്യൻസ് IP ഉണ്ട്, ഏതൊക്കെ റൂംസിലാണ് വാർഡ്സിലാണ് പേഷ്യൻസ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് ഗ്രൂപ്പിൽ അതും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പേഷ്യൻസിൻ്റെ, അതായത് നെഫ്രോളജിയിലുള്ള പേഷ്യൻസിൻ്റെ റൗണ്ട്സ് ഇടാനാണ്. റൗണ്ട്സിൽ മെയിനായിട്ട് നമ്മളെ പേഷ്യൻ്റെ വൈറ്റൽസ്, യൂറിൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഇപ്പോൾ ഏതൊക്കെ മരുന്ന് പോകുന്നുണ്ട്, അതായത് ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ മോർണിംഗ് റൗണ്ട്സിൽ എഴുതേണ്ടത്. റൂംസും വാർഡ്സും കൂടാതെ ചിലപ്പോൾ നമ്മുടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആ സമയത്ത്, അതായത് മോർണിംഗ് റൗണ്ട്സിൻ്റെ സമയത്ത് ഡയാലിസിസ് യൂണിറ്റിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡയാലിസിസ് യൂണിറ്റിൽ പോയിട്ട് പേഷ്യൻസിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കണം. നെഫ്രോളജിയിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ GRBS, ബ്ലഡ് ഷുഗർ, പിന്നെ യൂറിൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, എത്ര വെള്ളം കുടിച്ചു, എത്ര മൂത്രം പോയി, ഇതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മോർണിംഗ് റൗണ്ട്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ തന്നെ തലേ ദിവസം റൗണ്ട്സിൽ മാഡം എഴുതി വെച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും വരാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മോണിറ്റർ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂസ് എഴുതുക. അതല്ല എമർജൻസി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ലാബിലേക്ക് ഫോം വിളിച്ചിട്ട് അത് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചാർട്ടിൽ നമ്മൾ എഴുതണം. അങ്ങനെ രാവിലെ ഒരു 9 മണി 9:15 ആകുമ്പോഴേക്കും നമ്മളെ വകയുള്ള റൗണ്ട്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഡം OP നിന്ന് നമ്മുടെ വാർഡ് സൈഡിലോട്ട് വരും. ഈ കാണുന്നതാണ് കേട്ടോ മോർണിംഗ് റൗണ്ട്സ്. മോർണിംഗ് റൗണ്ട്സിൽ നമ്മളോട് മാഡം കൂടുതലും സംസാരിക്കുന്നത് പേഷ്യൻസിനെ പറ്റിയിട്ടായിരിക്കും. പേഷ്യൻസിൻ്റെ ലാബ് റിപ്പോർട്ട്സ്, എന്തൊക്കെയുണ്ട് അപ്ഡേഷൻസ്, ഇതൊക്കെയാണ് നമ്മളോട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. വാർഡ് ഡ്യൂട്ടി ഉള്ള ഇൻറ്റേണാണ് അന്നത്തെ ഡിസ്ചാർജ് സമ്മറീസൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേ ഞാനായിരുന്നു വാർഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനായിരുന്നു ഡിസ്ചാർജ് സമ്മറീസൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് സമ്മറീസ് ടൈപ്പ് ചെയ്യാൻ നമ്മളെ നെഫ്രോയിലെ JR ചേച്ചി കൂടെ സഹായിക്കും കേട്ടോ. എനിക്കിന്ന് IP ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ഇൻറ്റേണിന് OP ഡ്യൂട്ടി ആയിരിക്കും. OPയിൽ മെയിനായിട്ട് നമ്മൾ മാഡത്തിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസിൻ്റെ വൈറ്റൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഡേ ഫുള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് 2 ആഴ്ചത്തെ പോസ്റ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത് ഈ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. കാരണം എനിക്കന്ന് വാർഡ് ഡ്യൂട്ടി ആയിരുന്നു. ഈ പറഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത റൗണ്ട്സിനുള്ള, അതായത് ഈവനിങ് റൗണ്ട്സിനുള്ള പ്രീ റൗണ്ട്സ് നമ്മൾ ഇട്ട് വയ്ക്കണം. ഈ കാണുന്നതാണ് കേട്ടോ ഈവനിങ് റൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് റൗണ്ട്സിലാണ് നാളത്തേക്ക്, അതായത് പിറ്റേ ദിവസത്തേക്ക് പേഷ്യൻസിൻ്റെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് അയക്കാൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ അയക്കണം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഈവനിങ് റൗണ്ട്സിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ഡ്യൂട്ടീനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സർപ്രൈസിയും ഗിഫ്റ്റിലേക്കൊക്കെ പോയാലോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ആഴ്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത് ഈ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഈ കേക്കും ഈ ഡ്യൂട്ടിയൊക്കെ എല്ലാം കൂടിയും തലയ്ക്ക് പിടിച്ചുകൊണ്ട് കേക്കിലൊന്നും അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തലേ ദിവസം വെച്ചൊരു പ്ലാനിൽ പെട്ടെന്നൊരു കേക്ക് ഞങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തു. കേക്കിൻ്റെയും ഡ്യൂട്ടിയുടെയും കാര്യങ്ങൾ പറയുന്നിടയ്ക്ക് ഞാൻ മാമിനെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് ഡോക്ടർ അമൃത മാം. നെഫ്രോളജിയിൽ നമുക്ക് മെയിനായിട്ട് കൺസൾട്ടേഷൻ ഇരിക്കുന്ന മാമാണ് കേട്ടോ അത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് നമ്മുടെ അമൃത മാഡത്തിന് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു. മാമിന് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ലാസ്റ്റ് ഡേയിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവെച്ചതിൻ്റെ കുറച്ച് ഷെയർ നമ്മളുടെ ഡയാലിസിസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് നമ്മൾ ഷെയർ ചെയ്തു കേട്ടോ. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ലാസ്റ്റ് ഡേൻ്റെ കുറച്ച് മധുരമൊക്കെ അവരായിട്ട് പങ്കുവെച്ച് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവർ നമ്മൾക്ക് കുറച്ച് വിഷസ് തന്നതിന് ശേഷം നേരെ പോയത് നമ്മൾ 8 മണിക്ക്, അതായത് ഈവനിങ് ഉള്ള 8 മണിയുടെ പഞ്ചിങ്ങിനാണ്. ഈവനിങ്ങിൽ 8 മണിയുടെ പഞ്ചിങ് എന്ന് പറയുന്നത് കുറച്ച് തിരക്കുള്ള സമയമാണ് കേട്ടോ. കാരണം എല്ലാവരും ഫുഡ് കഴിക്കേണ്ടതും അതുപോലെ തന്നെ ഈവനിങ് റൗണ്ട്സിന് തിരക്കിലൊക്കെ ആയിരിക്കും. അങ്ങനെ 8 മണിയുടെ പഞ്ചിങ്ങിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ്ങിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നെഫ്രോ പോസ്റ്റിങ്ങിലെയും അതേപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായ പോസ്റ്റിങ്ങിലെ കുറച്ച് കോമഡി കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് നെഫ്രോ പോസ്റ്റിംഗ്, അതായത് ലാസ്റ്റ് ഡേ ഓഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റിങ്ങിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. വെയിറ്റ് ആരും പോലെ 1-2 കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ ഈ 2 ആഴ്ച പോസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് മാമിൻ്റെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് മാമിന് കൂടുന്ന കൊടുത്ത ഫുഡായിരുന്നു കേട്ടോ അത്. ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ദിവാലി സ്വീറ്റ്സും കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ ലാസ്റ്റ് ഡേ ഓഫ് നെഫ്രോ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.